ഏലപ്പാറ തണ്ണിക്കാനത്ത് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനമില്ലാതെ കാട് കയറി നശിക്കുന്നു. 2017-18 വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇവിടെ കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ കുറച്ചുനാൾ ഇത് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് നിലയ്ക്കുകയായിരുന്നു. കെട്ടിടം വെറുതെ കിടന്ന് നശിക്കാതെ വേണ്ടവിധം ഇത് പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2017-18 വർഷത്തിൽ നിർമ്മിച്ചതാണ് ഈ കാർഷിക വിപണന കേന്ദ്രം. ഏലപ്പാറ തണ്ണിക്കാനത്ത് കൃഷിഭവനോട് ചേർന്നാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ ഡിവിഷൻ മെമ്പറായിരുന്ന ശ്രീക് തോമസ് ആണ് ഈ കെട്ടിട നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു നാളുകൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ഇതിനുശേഷം ഇതിന്റെ പ്രവർത്തനം നിലച്ചു പോവുകയായിരുന്നു. നിലവിൽ ഈ കെട്ടിടം കാട് കയറി നശിക്കുകയാണ്. ഏലപ്പാറ പഴയ വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്ത് കാർഷിക വികസന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേമനിധി ഒരു ഓഫീസ് തുറന്നായിരുന്നു. 2021-ലെങ്ങാണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇതുവരെ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടൊരു പ്രയോജനവും പെട്ടിട്ടില്ല. അവിടെ കാട് കയറി ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. പാമ്പും ഒക്കെയാണ് അവിടെ ഭയങ്കരം. അതുകൊണ്ട് എത്രയും വേഗം അത് തുറന്നു കൊടുക്കണമെന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് തുറന്നു കൊടുക്കണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏലപ്പാറയിലെ കാർഷിക മേഖലയുടെ ഉന്നമന ലക്ഷ്യം വെച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് വിപണനം നടത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ തുടക്കത്തിൽ ഇതെല്ലാം കൃത്യമായി നടന്നു. പിന്നീട് ഇത് നിലച്ചു. ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കെട്ടിടം കർഷകർക്ക് പ്രയോജനപ്പെടും വിധം ഇതിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ, ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലോ ആണോ? ദൈവമേ, യോ, നിർഗുണം ചേട്ടാ, അയ്യോ, പേടിപ്പിച്ച് കളഞ്ഞിട്ടാണോ നത്തെ എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച്? ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയാല. എന്നിട്ട് ചേട്ടൻ ഒരു കളഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാ നത്തെ, നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.